വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവ പൂക്കാട്ടുപടി ബസ് റൂട്ടിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു 4BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. 4 സെന്റ് 670 ലിങ്സ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റും 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമും വർക്ക് ഏരിയ 2 കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയാണ് ഈ ഒരു മനോഹരമായ വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് വെറും 600 മീറ്ററും, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 5.5 കിലോമീറ്ററും, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്ററും, കാക്കനാടേക്കും എടപ്പള്ളിയിലേക്കും 12 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ മനോഹരമായ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും അതുപോലെ തന്നെ 2-way ലൈറ്റും സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റ്സും പെർമനന്റ് ഗ്ലാസ് വിൻഡോസുമാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. 3.5 മീറ്ററിലധികമാണ് ഈ റോഡിന്റെ വിഡ്ത് വരുന്നത്. കോമ്പൗണ്ട് വാളിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാഡിംഗ് ടൈലും സ്കോട്ട് ടോപ്പ് ഡിസൈനും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. 5.5 മീറ്ററോളമാണ് ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന സ്പേഷ്യസ് ആയ ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലും മെയിൻ ഡോർ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലുമാണ് ഈ ഒരു വീടിന്റെ വരുന്നത്. ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിന് 15 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. കോമ്പൗണ്ട് വാളിന്റെ ഇന്നർ സൈഡിലെല്ലാം ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് 4 സൈഡിലും പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകി നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 4 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു കോർട്ട്യാർഡാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മാംഗോ സ്റ്റോൺസും പെബിൾസും ആണ് നൽകിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു പാർശ്വയിലേക്കാണ്. മുകളിൽ സ്ക്വയർ ടോപ്പ് ഡിസൈൻ ഒക്കെ നൽകി ഭംഗിയുള്ള ഒരു വാട്ടർ ഫൗണ്ടനും ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. വീടിന്റെ നോർത്ത് വെസ്റ്റ് കോർണറിലേക്ക് വരുമ്പോൾ 3 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ താഴത്തെ നിലയിലെ ബെഡ്റൂമിൽ നിന്ന് വ്യൂ വരുന്ന ഒരു പാർശ്വമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നാനോ ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് സൈസ് സിറ്റ് ഔട്ടിൽ 2 ചെയറോളം ഇടാനുള്ള സ്പേസ് ഉണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനുള്ള മെയിൻ ഡോർ തേക്കിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ ലോക്കോട് കൂടിയാണ് വരുന്നത്. വലിയ വുഡൻ ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 11.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. വീടിന്റെ ഫ്രണ്ടിലേക്ക് വലുപ്പമുള്ള ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു സൈഡിലേക്ക് കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാനായിട്ടുള്ള UPVC സ്ലൈഡിംഗ് ഡോർസ് ആണ് വരുന്നത്. വലുപ്പമുള്ള സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. ബാക്കിൽ ലൂവേർഡ് ഡിസൈനുള്ള പാനലിന് സ്പോട്ട് ലൈറ്റും സൈഡിലൊക്കെ സ്പേസ് സ്റ്റോറേജും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു സ്പേഷ്യസ് ആയ ലിവിംഗ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും വുഡൻ ബീഡിങ്ങും പ്രൊഫൈൽ ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. മെയിൻ ഡോറിനോട് ചേർന്ന ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ നൽകി സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് വരുന്നത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് നാച്ചുറൽ പ്ലാന്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ വരുന്ന സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ്ങിലേക്കാണ്. 19 അടിയോളം നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്കൊരു പാർശ്വ ലഭിക്കുന്നുണ്ട്. പാർശ്വയിലേക്ക് ഇറങ്ങാനും UPVCയുടെ സ്ലൈഡിംഗ് ഡോർസ് ആണ് നൽകിയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് മാറിയാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഒരു സൈഡിലേക്ക് ഒതുങ്ങിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാന്റെ വയേഴ്സും വീഗാന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചണിന്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. അതിന്റെ ബാക്ക് സൈഡിൽ സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പാനലിംഗ് ഒക്കെ വരുന്നുണ്ട്. അതിന്റെ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. ഹുഡ് ഹോബ് എല്ലാം ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. നാനോ ഗ്രാനൈറ്റ് 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് സീലിംഗ് ഫാനോട് കൂടിയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ വർക്ക് ഏരിയ വരുന്നത്. വളരെ സ്പേഷ്യസ് ആയ വർക്ക് ഏരിയ ആണ്. ഗ്രിൽ ഡോർ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു സ്പേഷ്യസ് ആയ വർക്ക് ഏരിയ വരുന്നത്.
ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും സൗത്തിലേക്ക് സ്കോട്ടോ ഡിസൈനിൽ സർക്കിൾ ഷേപ്പിലുള്ള ഒരു ഓപ്പണിംഗ് കൂടിയാണ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയുള്ള ഈ ഒരു ബെഡ്റൂമിന് ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് വരുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ വെറ്റേറിയൻ ഡ്രൈ ഏരിയ നമ്മൾ ചെറിയ സെപ്പറേഷൻ ഒക്കെ നൽകി. എല്ലാം തന്നെ ജാഗ്വാറിന്റെ ലവത്തിന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയൊക്കെയാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് 2 സിംഗിൾ ഡോർ വിൻഡോയാണ് ഈസ്റ്റ് സൈഡിലേക്ക് വരുന്നത്. വിൻഡോയുടെ ഫ്രെയിം പാനലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പാഷ്യ കിട്ടുന്നുണ്ട്. പാഷ്യയിലേക്ക് UPVCയുടെ സ്ലൈഡിംഗ് ഡോസ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു ഫുള്ളി ഫർണിഷ്ഡ് ബെഡ്റൂമും വരുന്നത്. ഇവിടെയാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം എന്നത് ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ജാഗ്വാറിന്റെയും ലവറ്റിന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെയും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് വരുന്നത്. ത്രെഡ് എല്ലാം തന്നെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റഡി റൂം വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാസേജിലൂടെയാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിനും 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടി ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ജാഗ്വാറിന്റെ ലവറ്റിന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂം ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് വരുന്നത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയാണ് വരുന്നത്. ഈസ്റ്റിലേക്ക് ബാൽക്കണിയിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ് വരുന്നത്. UPVCയുടെ സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടി ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെ വരുന്നത്. എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് സ്റ്റഡി റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ടേബിൾ വരുന്നുണ്ട്. പവർ പോയിന്റും മുകളിൽ ബുക്ക് ഷെൽഫും എല്ലാം നൽകിയിട്ടുണ്ട്. 3 ഡോർ വിൻഡോസ് നൽകിയിട്ടുണ്ട്. സീലിംഗ് ഫാനോട് കൂടിയ സീലിംഗ് വർക്കൊക്കെ ചെയ്ത ഈ ഒരു സ്റ്റഡി റൂമിന്റെ ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെ നൽകി സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. 4 സെന്റ് 670 ലിങ്സ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമും വർക്ക് ഏരിയ 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്നത് 1,18,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്ട്രീറ്റ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.